വൈറലായിട്ടുണ്ടായിരുന്ന ആ ഒരു ഈസി ബീസി മോമോസ് ഞാനും ഉണ്ടാക്കിയിട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. അപ്പോൾ അതെങ്ങനെയാണ് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് കൊണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ആദ്യം നമുക്ക് എല്ലില്ലാത്ത ചിക്കന് ഒന്ന് വേവിച്ചെടുക്കണം. 50 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൽ നിന്ന് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നന്നായിട്ട് അങ്ങ് പേസ്റ്റ് ആവേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിയിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, വലിയ പച്ചമുളകാണ്, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ആട്ടാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളത് പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടൊരു 10-11 ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ബോൾസ് ആക്കി ഉടനെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് ആദ്യം വെള്ളത്തിലും ഡിപ്പ് ചെയ്യുക. വെള്ളത്തിൽ ഒരുപാട് സമയം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഉടനെ തന്നെ എടുക്കണം. എന്നിട്ട് ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും സെയിം അതേപോലെ തന്നെ വീണ്ടും വെള്ളത്തിൽ അത് മുക്കിയെടുക്കുക. വീണ്ടും കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു കട്ടിയിൽ ആ ഒരു പുറമേയുള്ള തൊലിഭാഗം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒറ്റ കോട്ടിങ് ചെയ്തെടുത്താൽ നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന മോമോസിൻ്റെ പോലെ പുറത്തേക്കുള്ള ആ ഒരു തൊലിഭാഗം അത്ര കട്ടിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഷേപ്പിന് മാത്രം ഡിഫറൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ അടിപൊളി ഈസി ആയിട്ടുള്ള മോമോസ് റെഡി. കഴിക്കുന്ന വരെ ഞാനിത് ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ അതേ ഒരു ടേസ്റ്റ് ലൈൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ഞാൻ സോസ് ഈസി ആയിട്ടൊരു സോസ് റെഡിയാക്കി എടുത്തതാണ്. നമ്മൾ മോമോസിൻ്റെ സോസൊന്നുമല്ല, നമ്മൾ ടൊമാറ്റോ സോസിലേക്ക് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ ഈ ഒരു സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഉണ്ടാക്കി നോക്കാത്തവർ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്